കൂട്ടുകാർക്കും നമസ്കാരം. സോൾ കളക്ഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. എല്ലാ കൂട്ടുകാരും ആവശ്യപ്പെടാറുണ്ട്, എങ്ങനെയാണ് ഞാൻ ഉടുക്കുന്ന സാരി അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സാരിയൊക്കെ ഇത്രയും നന്നായിട്ട് സ്റ്റാർച്ച് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന, കോട്ടൺ സാരി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു സാരി സ്റ്റാർച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ സ്റ്റാർച്ച് ചെയ്ത് നമ്മൾ അയൺ ചെയ്താണ് തേപ്പുകാരൊക്കെ കൊടുക്കുന്നവരുണ്ട്, വീട്ടിൽ തേക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ നമ്മൾ അയൺ ചെയ്താണ് നമ്മൾ വിയർ ചെയ്യുന്നത്, ഉടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അധികമൊന്നും ഞാൻ അയൺ ചെയ്യാറില്ല. തേപ്പുകാർക്കും അത്യാവശ്യം കൊടുക്കാറില്ല, അത്രയും ആവശ്യമുള്ളപ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലാതെ വീട്ടിൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ സാരി സ്റ്റാർച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കൂട്ടുകാരെ ഇപ്പോൾ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സാരിയൊക്കെ ഇതേ രീതിയിലുള്ള നന്നായിട്ട് സ്റ്റാർച്ച് പിടിക്കുന്ന നിലയിലേക്കുള്ള എങ്ങനെയാണ് സാരി സ്റ്റാർച്ച് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത്. വീഡിയോ അല്പം ലോങ് ആണെന്ന് തോന്നുന്നു. കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് റെഡി ടു വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വീഡിയോ കാണാം. നമ്മൾ അയൺ ചെയ്യാൻ പോകുന്ന തുണികളെന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ വളരെ സ്റ്റിഫായിട്ട് സാരി നമ്മുടെ പ്രത്യേകിച്ചും ബംഗാൾ കോട്ടൺ സാരീസ്, നോർമലായിട്ടുള്ള ചെട്ടിനാട് കോട്ടൺ സാരീസ്, സെറ്റ് മുണ്ടുകളൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാറുള്ളത്, ഷോപ്പിലുള്ളത്. അപ്പോൾ ഇത് കുത്തമ്പള്ളിയിലെ ഒരു സെറ്റ് മുണ്ടാണ്. കുത്തമ്പള്ളിയിലെ ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾ നോക്കിക്കേ. എല്ലാം നമ്മളിങ്ങനെ ഇതുപോലെ നമ്മൾ ഉണക്കി ഞാൻ സാധാരണ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കഴുകാറുള്ളത്. അതല്ലാന്നുണ്ടെങ്കിലും അതല്ലാണ്ട് ഫ്രഷ് യൂസ് ആണെങ്കിലും ഫ്രഷായിട്ട് നമുക്ക് ഷാമ്പൂ വാഷാണെങ്കിലും മതി. ഇത് കണ്ടോ, അത് നന്നായിട്ടൊക്കെ ചുരുങ്ങിയിരിക്കുന്നത് ഒരു സെറ്റാണ്. സിൽവറിൻ്റെ ഒരു സെറ്റ് മുണ്ടുമാണ്, സിൽവറിൻ്റെ. അപ്പോൾ ഇത്തരം ഈ തുണിയാണ് ഞാൻ നന്നായിട്ട് നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് എങ്ങനെയാണ് വളരെ സ്റ്റിഫായിട്ട് നമുക്ക് റീയൂസിന് വളരെ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ പുതിയതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഉടുക്കാൻ പറ്റുക സാരിയും സെറ്റും മുണ്ടും എന്നുള്ളതാണ്, സെറ്റ് സാരി എന്നുള്ളതാണ് ഞാൻ ഈ പുതിയൊരു വീഡിയോയിൽ ഇടുന്നത്. ഓരോരോ സ്റ്റെപ്പായിട്ട് കൂട്ടുകാർക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കഴുകി ഞാനിത് ഉണക്കി അലമാരിയിൽ ഓരോന്നും ഇങ്ങനെ കഴുകി അലമാരിയിൽ വച്ചിരുന്ന ഡ്രസ്സാണിത്. രണ്ടാമത് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർച്ച് എങ്ങനെയാണ് മുക്കുന്നതെന്നുള്ളത് നമുക്ക് ഇനി കാണാം. ഓക്കെ, നമ്മൾ ഉണങ്ങിയ തുണി സ്റ്റാർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സ്റ്റാർച്ചാണിത്. ഇത് കണ്ടോ, നമ്മളുടെ സോപ്പ് പൊടിക്കടയിലൊക്കെ ഡിറ്റർജൻറ്റ് വിൽക്കുന്ന, ഡിറ്റർജൻറ്റ് ആൻഡ് കെമിക്കൽസൊക്കെ വിൽക്കുന്ന കടയിലുണ്ടല്ലോ, അവിടെയുള്ള ഇതാണ് സ്റ്റാർച്ച്. കണ്ടോ, 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതിന് ഏകദേശം ഒരു 120, 130, 140 രൂപയൊക്കെ പല കടയിലും പല വിലയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അവിടെ ഇതിനൊന്നും പറയണ്ട, നമ്മൾക്ക് തുണി മുക്കാനുള്ള ഡ്രസ്സ് സ്റ്റാർച്ച് മുക്കുന്നതിനുള്ള സ്റ്റാർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കിട്ടും. ഇതുണ്ടോ, ഒരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണിത്. ഇതാണ് നമ്മൾ എടുക്കുന്ന സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ. മുക്കുന്ന തുണി ഞാൻ നേരത്തെ കാണിച്ച സെറ്റ് മുണ്ടുമാണ്, കുത്തമ്പള്ളിയിലെ സെറ്റ് മുണ്ടുമാണിത്. ഇത് 2 പീസ് സെറ്റ് മുണ്ട്. എടുത്തിരിക്കുന്ന വെള്ളം കണ്ടോ, ഇത് നോർമൽ വെള്ളമാണ്. ഏത് വെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് വെള്ളമാണ്. ഈ വെള്ളത്തിലേക്കാണ് നമ്മളിത് മുക്കുന്നത്. അപ്പോൾ ഫ്ലോറിനുള്ള നല്ല വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അതല്ല വേറെ ഏതാണെങ്കിലും പൈപ്പിലെ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഏത് വെള്ളത്തിലും മുക്കാവുന്നതാണ്. ഇപ്പം ഇതിങ്ങനെ എടുത്തിട്ട് 2 3 അടപ്പ്, അതിലൊരു കണക്കുണ്ട്, നമുക്കതിൻ്റെ കണക്കറിയാൻ പറ്റും. അത്രയും നമ്മളിതിലേക്ക് ഒഴിക്കുന്നു. നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യും കൈ കൊണ്ട് തന്നെ. കുഴപ്പമില്ല, നല്ല സ്മെല്ലാണ് ഈ സ്റ്റാർച്ചിന്, നല്ല സ്മെല്ലാണ്. എന്നിട്ട് നമ്മുടെ ഉണങ്ങി നമ്മൾ മുക്കാൻ ഉദ്ദേശിക്കുന്ന തുണി ഇതിലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കുന്നു. കുറച്ച് വെള്ളം എടുക്കാം, ധാരാളം വെള്ളം എടുത്തിട്ട് ഒന്നിൽ കൂടുതൽ തുണിയൊന്നും മുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ 2 പീസ്, ഈ സെറ്റിൻ്റെ 2 പീസാണല്ലോ നമ്മൾ സെറ്റിൻ്റെ കൊടുക്കുന്ന പോർഷനും നേരിയത് എന്ന് പറയുന്ന 2 പീസുണ്ട്. അത് മുക്കുകയാണ്. ഇതിങ്ങനെ ഒപ്പി എടുക്കണം, പിഴിയരുത്. തുണി നമുക്ക് പിഴിയാൻ ആവശ്യമില്ല. പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു ടെക്സ്ചറായി പോകും. നന്നായിട്ട് ചുരും. കൂട്ടുകാർക്ക് കാണാൻ ഞാനിതിപ്പോൾ ഒപ്പി എടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒട്ടും തന്നെ വെള്ളമില്ല, ഇതിലൊട്ടും തന്നെ വെള്ളമില്ലാത്ത കണ്ടോ. അപ്പോൾ അതങ്ങനെ ഒരു കണക്ക് നമ്മൾ കുറേ ദിവസം
കുറേ നാളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഈ കണക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മളിതിങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിതിന് വിരിക്കാനായിട്ട് പോവുകയാണ്. 2 അയ നമ്മളിങ്ങനെ കെട്ടുന്നു. 2 അയ ഇങ്ങനെ നേരെ കെട്ടിയതിന് ശേഷം നമ്മൾ ഇത് ഇതിലേക്ക് ഇടാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഇടുന്നത്? നമ്മൾ സ്റ്റാർച്ച് മുക്കിയ, ഞാനിപ്പോൾ കാണിച്ചായിരുന്നല്ലോ, സ്റ്റാർച്ച് മുക്കുന്നത് കാണിച്ചില്ല. സ്റ്റാർച്ച് മുക്കിയ ഡ്രസ്സ് ഇതാ ഇങ്ങനെയാണ് ഇടുന്നത്. കമ്പിയോ എന്തെങ്കിലും നൂലോ കൊണ്ട് കെട്ടിയ ഇതിൽ ഇതാ നമുക്ക് കാണാമല്ലോ, വെള്ളം വീഴുന്നത് കാണാമല്ലോ. കണ്ടോ, വെള്ളം വീഴുന്നത് കണ്ടോ? നമ്മൾ ആ നേരത്തെ മുക്കിയെടുത്ത ആ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റിറ്റ് വീഴുകയാണ്. അത് നിങ്ങൾ പൊയ്ക്കോട്ടെ. ഇതിപ്പോൾ ഞാൻ 2 തുമ്പും ഒരേ രീതിയിലിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാരി ഉൾപ്പെടെ 2 രീതി ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സാരി ഉൾപ്പെടെ ഇടേണ്ടത് ഇങ്ങനെയാണ്. 2 പാരലായിട്ടുള്ള ഇങ്ങനെ അതിൽ 2 പാരലായിട്ടുള്ള സ്ഥലത്ത് 2 നൂല് അല്ലെങ്കിൽ 2 ചരട് കെട്ടിയതിന് ശേഷം ഇതാ ഇങ്ങനെ ഇടണം ഡ്രസ്സ് ഇങ്ങനെ ഇടണം. ഇട്ടിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുമ്പുണ്ടല്ലോ, സാരിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ തുമ്പൊക്കെ നന്നായിട്ടിങ്ങനെ ചുരുണ്ടൊക്കെ ആ ചുരുണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലുള്ളതാണെങ്കിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ നേരെ തന്നെ വയ്ക്കണം. പിന്നെ നനവോട് കൂടി തന്നെ പിടിച്ചിങ്ങനെ നേരെ ഇടണം. പിന്നെ ഇവിടെ ചുരുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുരുക്കൊക്കെ മാറ്റണം. ഈ തുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ച് നേരെ ഇടണം. എന്നിട്ട് ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മളങ്ങ് ഒരിടത്തും പോകരുത്. കാരണം ഇതെന്നാൽ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വന്ന് എടുക്കാമെന്ന് വിചാരിക്കരുത്. ഇതിങ്ങനെ കിടന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ചിലപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ തുമ്പുകളെല്ലാം ഇങ്ങനെ ചേർത്ത് നിർത്തി നന്നായിട്ട്, നല്ലപോലെ ഉണങ്ങരുത്, വെള്ളം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഉണങ്ങിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ കോർണർ ഉണ്ടല്ലോ, നല്ലപോലെ ഉണങ്ങുമ്പം ഈ സ്റ്റാർച്ച് ഇതിലേക്കൊക്കെ നമുക്ക് കയറി പിടിച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഇതിവിടെ വല്ലാണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത് ഈ കോർണറും നമ്മൾ നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഈ തുണി ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഏങ്കോണിച്ചിരിക്കും. മടക്കുമ്പോൾ നമുക്ക് നല്ലൊരു റെഡിയായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഉണങ്ങുമ്പോൾ നമ്മൾ എടുത്ത് മടക്കിയിടണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ കിടന്ന് വെള്ളം പോയിക്കോട്ടെ. ഇതാ വെള്ളം വീഴുന്നത് കണ്ടോ, വെള്ളം വീഴുന്നുണ്ടല്ലോ, കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ, വെള്ളം വീഴുന്നത് കാണാം. വെള്ളം പോയിക്കോട്ടെ. ഈ വെള്ളം ഇങ്ങനെ കണ്ടോ, ഇതേ സ്റ്റാർച്ചാണ് ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ സ്റ്റാർച്ച് ഇങ്ങനെ കിടക്കുന്നതുണ്ട്. ഇങ്ങനെ ഇറ്റി വീഴും. നമ്മൾ പിഴിയുന്നില്ല, ഈ തുണി പിഴിയാത്തത് കൊണ്ട് തന്നെ ഈ സ്റ്റാർച്ച് ഇങ്ങനെ പോയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതാ കണ്ടോ, ഞാൻ ഏകദേശം നനവ് മാറിയതിന് ശേഷം മടക്കി ഒരേ ലെവലിൽ ഇട്ടിരിക്കുന്ന സാരികളാണ്. ഇതൊരു സെറ്റ് സാരിയാണ്. ഈ സാരി ഇത് 2008 ഞാൻ കൽക്കട്ടയിൽ നിന്ന്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വാങ്ങിച്ച 2008 വാങ്ങിച്ച സാരിയാണ്. ഇത് കണ്ടോ, വളരെ ഒരു ലൈറ്റ് കളറിൽ ഒരു ഗോൾഡൻ ബോർഡറോട് കൂടിയിട്ടുള്ള സാരിയാണ്. ഇത് വേറൊരു സാരി, ഇതൊരു സാദാ സാരിയാണ്. ഉണ്ടോ, ഇതൊരു സാദാ സാരിയാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം നനവോടുകൂടി, ഇത് നമുക്കിതിങ്ങനെ പിടിക്കുമ്പോൾ അറിയാം നനവുണ്ട് കേട്ടോ, നനവുണ്ട്, അത്യാവശ്യം നനവുണ്ട് ഇതിൽ. ഇതെന്നിട്ട് ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമുക്ക് മടക്കി എവിടെയാണെങ്കിലും വയ്ക്കാൻ പാകത്തിനാണ് ഞാൻ നേരെ എല്ലാ തുമ്പും കറക്റ്റായിട്ട് പിടിച്ച് മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് സെറ്റ് സാരിയാണ്. ഇതൊരു ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ്. ഉണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ ഇതിവിടെ തന്നെ കിടന്നിട്ട് ഉണങ്ങും. നല്ലൊരു തണലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ കിടന്നിങ്ങനെ ഉണങ്ങും. കുറേ അധികം സമയമാവട്ടെ, ഏകദേശം വൈകുന്നേരം ആണെങ്കിലും ശരി, ചിലപ്പോൾ ഉണങ്ങും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുറിക്കകത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ മതി. നമ്മൾ സ്റ്റാർച്ച് മുക്കിയതിന് ശേഷം ഒരു ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ മടക്കി ഇട്ടിരിക്കണം. വെള്ളമെല്ലാം നന്നായിട്ട് തോർന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് മടക്കിയിടണം. കണ്ടോ, ഇങ്ങനെ അങ്ങ് മടക്കിയിടണം. ഇത് നമ്മളിനി എടുത്ത് ഉണങ്ങിയതിന് ശേഷം ബെഡിൻ്റെ താഴെ വയ്ക്കും. അതല്ലെങ്കിൽ അയൺ ചെയ്യാം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ബെഡിൻ്റെ താഴെയാണ് വയ്ക്കുന്നത്. അതാകുമ്പോൾ കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതേപോലെ ഇതേ നീളത്തിൽ തന്നെ മടക്കി ബെഡിൻ്റെ താഴെ വയ്ക്കാം. അതല്ലെങ്കിൽ ഇതിനെ ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞ് ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടി ഇതിങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്യാം, 2ആയിട്ട് കൂടെ വീണ്ടും ഫോൾഡ് ചെയ്യാം. അതല്ല, ഞാൻ സാധാരണ ഇങ്ങനെയാണ് വയ്ക്കാറ്. അപ്പം നല്ല രീതിയിൽ കിടക്കും. ഓക്കെ, സ്റ്റാർച്ച് ചെയ്ത് നമ്മൾ തണലത്ത് ഉണക്കിയെടുത്ത നന്നായിട്ട് ഉണങ്ങിയ ഒരു സാരി ഞാനിത് ആ ബെഡിൻ്റെ അടിയിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് ഉണങ്ങി, ഈ മടക്കെന്ന് പറഞ്ഞാൽ ഉണങ്ങിയതിന് ശേഷം മടക്കിയതല്ല, നമ്മൾ നേരത്തെ കാണിച്ച പോലെ നനവോടുകൂടി തന്നെ മടക്കിയ സാരിയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇനിയിപ്പോൾ ബെഡിൻ്റെ അടിയിലേക്ക് വയ്ക്കാനായിട്ട് പോവുകയാണ്. നന്നായിട്ട്
എല്ലാ സൈഡും ഒക്കെ ഒരേ രീതിയിലാക്കി മടക്കി വെച്ചിരിക്കുന്ന സാരിയാണ്. ഇതിന് നമ്മൾ ബെഡിൻ്റെ അടിയിലേക്ക് വയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റാർച്ച് മുക്കി ഏകദേശം ഉണങ്ങിയ തുണി നമ്മൾ അകത്ത് നന്നായിട്ട് തണലത്തിട്ടതിന് ശേഷം ബെഡിൻ്റെ അടിയിൽ വയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ബെഡിൻ്റെ അടിയിൽ വെച്ച ഇത് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ കേട്ടോ. ഒരാഴ്ചയുള്ളൂ ഞാനിത് ചെയ്തിട്ട്. ഇതിനൊരു വീഡിയോ ഇടാൻ വേണ്ടി ചെയ്തതാണ്. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ബെഡിൻ്റെ അടിയിൽ വെച്ചപ്പോൾ കിട്ടിയ ഒരു ടെക്സ്ചറാണ് കേട്ടോ. നല്ല സ്റ്റിഫാണ്. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ഇതിന് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നന്നായിട്ട് തേച്ച പോലെ തന്നെയല്ലേ തോന്നുന്നത്. കണ്ടോ, ചുളുക്കൊന്നും ഇല്ലാത്തത് കണ്ടോ. പക്ഷേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുന്ന ഒരു അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബെഡിൻ്റെ അടിയിലാകുമ്പോൾ നമ്മൾ കുറേ സാരികളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ബെഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ടത് പ്രസ്സാവുമല്ലോ. അപ്പോൾ തന്നെ ഈ രീതിയിലേക്ക് വരും. അങ്ങനെ നമുക്ക് കണ്ടോ നന്നായിട്ട് സ്റ്റാർച്ച് മുക്കി അയൺ ചെയ്യാതെ നന്നായിട്ട് റിഫ്രഷായിട്ട് പുതിയതുപോലെ തന്നെ ഉടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ സ്റ്റാർച്ച് മുക്കിയത്. ഞാൻ ഇപ്പോൾ കാണിച്ച വെള്ള വൈറ്റ് സ്റ്റാർച്ച് മുക്കിയിട്ടുള്ള സാരിയാണ്. അവസാനത്തെ ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. കൂട്ടുകാർ സമാധാനമായിട്ട് ഇത് മനസ്സിലാക്കി. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഇത് നന്നായിട്ട് കുറച്ച് ക്ഷമ വേണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ലാഭിക്കാം. അതോടൊപ്പം തന്നെ നന്നായിട്ട് സ്റ്റാർച്ച് മുക്കി സ്റ്റിഫായിട്ട് തന്നെ ഒരു നല്ലൊരു സാരിയും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാനിതിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.